തലശ്ശേരി അതിരൂപതയിലെ എടൂർ സെൻറ് മേരീസ് ഫൊറോന ദേവാലയം ഇന്ന് ആർക്കി എപ്പിസ്കോപ്പൽ മരിയൻ തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തുന്നു. വൈകുന്നേരം 5:30 എടൂരിൽ നിന്ന് അതിരൂപതയുടെ നേതൃത്വത്തിൽ ചെമ്പേരി ലൂർദ് മാതാ ബസിലിക്കയിലേക്ക് നടത്തുന്ന പ്രഥമ മരിയൻ തീർത്ഥാടനത്തിന് മുൻപ് തലശ്ശേരി അതിരൂപതാധ്യക്ഷൻ മാർ ജോസഫ് പാംബ്ലാനി ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. തലശ്ശേരി അതിരൂപതയിൽ ഈ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ആദ്യ ദേവാലയമാണ് എടൂർ. സ്നേഹമുള്ളവരെ, വളരെ അധികം സന്തോഷത്തോടും അതിലുപരിയായിട്ട് അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഈ എടൂർ ഇടവക സമൂഹത്തോടൊപ്പം ആയിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തമ്പുരാൻ്റെ പ്രത്യേക കൃപയാലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താലും ഈ എടൂർ ഇടവക ദേവാലയത്തെ ആർക്കി എപ്പിസ്കോപ്പൽ മരിയൻ തീർത്ഥാടന കേന്ദ്രമായിട്ട് ഇന്ന് ഉയർത്തപ്പെടുകയാണ്. ഇന്ന് വൈകുന്നേരം അഭിവന്യ തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ആ ഡിക്രി വായിച്ചുകൊണ്ട് ഇന്ന് വിശുദ്ധ ബലി അർപ്പിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്നും ആ പദവിയിലേക്ക് ഈ ദേവാലയത്തെ ഉയർത്തുകയാണ്. പരിശുദ്ധ അമ്മ എടൂരുകാരെ സംബന്ധിച്ച് വളരെ ഇഴുകിച്ചേർന്ന അനുഭവമുള്ള ദൈവാനുഭവമുള്ള ഒരു അമ്മയാണ്. ഇവർ സ്നേഹം കൊണ്ടും ഭക്തി കൊണ്ടും താല്പര്യം കൊണ്ടുമൊക്കെ പരിശുദ്ധ മാതാവിനെ വിളിക്കുന്നത് എടൂരമ്മയെന്നാണ്. ഒറ്റ വാക്കിൽ എടൂരമ്മ, അത് പരിശുദ്ധ മാതാവാണ്. എടൂര് അമ്മ ഈ എടൂർ പ്രദേശത്തെ ക്രൈസ്തവർക്ക് മാത്രമല്ല നാനാജാതി മതസ്ഥരായിട്ടുള്ള അക്രൈസ്തവർക്ക് പോലും വളരെ പ്രിയപ്പെട്ടവളാണ്. ഈ എടൂരമ്മയുടെ ദേവാലയത്തിൽ വർഷങ്ങളായി അല്ലെ പതിറ്റാണ്ടുകളായിട്ട് നാനാജാതി മതസ്ഥർ വന്ന് പ്രാർത്ഥിക്കുന്നത് ഇപ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ശ്രദ്ധിച്ചാൽ കാണും, ഈ ദേവാലയത്തിൽ എല്ലാ നേരവും തന്നെ ആരെങ്കിലുമൊക്കെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, തിരികെത്തിക്കുന്നുണ്ട്, നേർച്ചയിടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വലിയ ദൈവാനുഭവത്തിൻ്റെ പ്രദേശമാണ്, പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി നിറഞ്ഞു നിൽക്കുന്ന ദേശമാണ് ഈ എടൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചും അത് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ ആർക്കി എപ്പിസ്കോപ്പൽ മരിയൻ തീർത്ഥാടന പദവിയിലൂടെ ലഭിക്കുന്ന ഒരു വലിയ ബഹുമതി, ഒരു വലിയ ആദരവായിട്ട് ഈ സമൂഹം മുഴുവൻ കാണുകയാണ്. പ്രഖ്യാപനം നടത്തുമ്പോൾ അതിനു മുൻപായിട്ട് 4 മണി മുതൽ 6 മണി വരെ 6:30 വരെ മരിയൻ സന്ധ്യ എന്ന പേരിൽ ഇവിടെ മദർ ഹോം ടീം ബഹുമാനപ്പെട്ട ബെന്നി പുത്തന്നടയിൽ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ചടങ്ങ് നടക്കുകയാണ്. മാതാവിനെക്കുറിച്ചുള്ള പ്രത്യേക ടോക്കുകളും ഗാനങ്ങളും ശുശ്രൂഷകളും പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുള്ള കാര്യങ്ങളുമൊക്കെ നടത്തപ്പെടുമ്പോൾ ഒപ്പം വിശ്വാസികൾക്ക് കുമ്പസാരിക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ദൈവജനം മുഴുവൻ 1200ഓളം പേര് കാൽനടയായിട്ട് ചെമ്പേരി ലൂർദ് മാതാ ബസിലിക്കയിലേക്ക് തീർത്ഥാടന യാത്ര നടത്തുന്നത്. രാത്രി മുഴുവൻ അവർ ചെമ്പേരിയിലേക്ക് നടക്കുന്ന സമയമാണിത്. അപ്പോൾ അതിനു വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും ഇവിടെ തകൃതിയായിട്ട് നടത്തി കഴിഞ്ഞു. അതിൻ്റെ ചെറിയ മിനുക്കുപണികളൊക്കെ ഉള്ളൂ, അതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാം റെഡിയാണ്. ഞാൻ ഈ പള്ളിയുടെ ട്രസ്റ്റിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇതൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ്. ആർക്കി എപ്പിസ്കോപ്പൽ പദവിയായിട്ട് മരിയൻ തീർത്ഥാടന കേന്ദ്രമായിട്ട് ഈ എടൂർ ഫൊറോനയെ ഉയർത്തിക്കൊണ്ട് പിതാവിൻ്റെ സർക്കുലർ വികാരിയച്ഛന് കിട്ടിയപ്പം ആദ്യമായിട്ട് ഞങ്ങൾ കൈക്കാരന്മാരോടാണ് ഈ കാര്യം പറയുന്നത്. അപ്പം തന്നെ നമുക്ക് വളരെ അഭിമാനം തോന്നി. നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒരു പദവിയിൽ ഇരിക്കുവാനും അതിൻ്റെ ഒരു ട്രസ്റ്റിയായിട്ട് ഇവിടെ പ്രവർത്തിക്കാനും ഒക്കെ ഞങ്ങൾ കൈക്കാരന്മാർക്ക് കഴിഞ്ഞത് മാതാവിൻ്റെ ഭയങ്കരമായ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മളെ സംബന്ധിച്ച് ഈ ഇടവകയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഇടവകയുടെ മറ്റ് ഫൊറോനകളെ ഇടവകകളെ എല്ലാം സംബന്ധിച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ എടൂർ ഫൊറോനയിൽ ഇങ്ങനെ ഒരു പദവി ലഭിച്ചതിന് പ്രത്യേകിച്ച് ഞാൻ ഔന്ത്യ ജോസഫ് പാംബ്ലാനി പിതാവിന് ഈ എടൂർ ട്രസ്റ്റ് എന്ന പേരിൽ എൻ്റെ പ്രത്യേകമായ അഭിനന്ദനങ്ങളും ആശംസകളും ഞാൻ നേരുകയും ചെയ്യുകയാണ്. ആർക്കി എപ്പിസ്കോപ്പൽ എന്ന് പറയുമ്പോൾ ഇതാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്, അതിരൂപതയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രം.
ഈ തലശ്ശേരി അതിരൂപതയിലെ ഏറ്റവും വലിയ ഇടവകയാണ് എടൂർ ഇടവക. കുടുംബങ്ങളുടെ എണ്ണം കൊണ്ട് 70 വാർഡുകളിലായി അല്ലെങ്കിൽ കുടുംബ യൂണിറ്റുകളിലായി 1500-ലധികം കുടുംബങ്ങൾ ഇവിടെ, ക്രൈസ്തവ കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അതിൽ കൂടുതലായിട്ട് നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകളും ഉണ്ട്. അപ്പോൾ ഈ ആർക്കി എപ്പിസ്കോപ്പൽ പദവി ലഭിക്കുമ്പോൾ ഈ ദേവാലയത്തിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള ദണ്ഡവിമോചനം പ്രാപിക്കലാണ്. ദണ്ഡവിമോചന പ്രാപ്തിക്ക് ആവശ്യമായ വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്ന വ്യക്തികൾക്ക്, അത് ബോധ്യത്തോടുകൂടി ചെയ്യുന്ന വ്യക്തികൾക്കാണ് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നത് ഈ ദേവാലയത്തിൽ വരുമ്പോൾ. ഞാനൊരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഇത് പ്രഖ്യാപിക്കുമ്പോൾ, ഇത് വിളിച്ച് പറയുമ്പോൾ ഞാനും പെട്ടെന്ന് എന്താ പറയേണ്ടത്, അതിശയപ്പെട്ടു പോയി. അപ്പോൾ ഇനി ഞാൻ പിന്നെ വിചാരിച്ചു ഇതെനിക്കൊരു ദൈവനിയോഗം തന്നെയാണ്. കാരണം ഞാനായിരിക്കാം ചിലപ്പോൾ ഇതിനെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വരേണ്ടത് എന്ന് പരിശുദ്ധ അമ്മ വിശ്വസിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ടാകാം. അപ്പം അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാതാവിൻ്റെ ഭക്തി ഈ ദേവാലയത്തിലും ഈ പ്രദേശത്തുമൊക്കെ വളർത്തിയെടുക്കുവാനായിട്ട് ധാരാളം വിശ്വാസികൾക്ക് പൂർണ്ണ ദണ്ഡവിമോചനം വഴി ആത്മീയ സൗഖ്യങ്ങളും ആത്മീയ അനുഗ്രഹങ്ങളും ലഭിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നതാണ്. നമ്മുടെ പൂർവികരായിട്ട് നമ്മുടെ വല്യപ്പന്മാർ മുതൽ ഈ പള്ളിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് കല്ല് ചുമന്ന് ഈ പള്ളിയെ ഈ പടുത്തുയർത്തി ഇന്ന് ഈ പള്ളി മരിയൻ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾ ഈ ഇടവക സമൂഹവും ഞാനും ഞങ്ങളുടെ നാട്ടുകാരും അതുപോലെ നാനാജാതി മതസ്ഥരായിട്ടുള്ള എല്ലാവരും ഈ അമ്മയുടെ തിരുമുറ്റത്ത് വന്ന് പ്രാർത്ഥിച്ച് പോകാറുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കും വ്യക്തിപരമായിട്ടും ഈ സമൂഹത്തിനും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എടൂരമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനും വല്യപ്പനും ഒക്കെ പറഞ്ഞു കേട്ടൊരു ഓർമ്മയാണ് എനിക്ക് എൻ്റെ മനസ്സിലുള്ളത്. നമ്മൾ സത്യത്തിൽ ഈ മാതാവ് ജർമ്മനിയിൽ നിന്നും ഈ മാതാവിൻ്റെ തിരുസ്വരൂപം ഇവിടെ വരുന്ന വഴിക്ക് ഈ എടൂരിൻ്റെ തൊട്ട് ടൗണിലേക്ക് എത്താറാകുമ്പോൾ ഈ വണ്ടി നിന്നുപോയി എന്നാണ് എൻ്റെ കാരണവന്മാർ എന്നെ പഠിപ്പിച്ചതും ഞാൻ അറിഞ്ഞു കേട്ടിട്ടുള്ളൂ. റഫറേൽ അച്ഛൻ കുട്ടോപ്പാറയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി കൊടുത്തുവിട്ടിരിക്കുന്ന ഈ രൂപമായിരുന്നു ഇത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ രൂപം ഇവിടുന്ന് ഒരടി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നില്ല. യാതൊരു കുഴപ്പമില്ലാത്തൊരു വണ്ടിയായിരുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ റഫറേൽ അച്ഛൻ പറഞ്ഞു ഈ രൂപം ഇത് എടൂര് സ്ഥാപിക്കേണ്ട രൂപമാണെന്ന്. അങ്ങനെ ആ രൂപം നേരെ എടൂര് പള്ളിയിലെ താഴത്തെ പഴയ പള്ളിയിൽ പള്ളിയുടെ തൊട്ട് താഴെയുള്ള സ്കൂളിലായിരുന്നു ആദ്യത്തെ പള്ളി പ്രവർത്തിച്ചിരുന്ന ആ സ്കൂളിലേക്ക് ഈ തിരുസ്വരൂപം അവിടെ കൊണ്ടുവച്ച് വെക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഈ പുതിയ പള്ളി പണിതതിന് ശേഷം ഈ രൂപം ഈ പള്ളിയിലേക്ക് മാറ്റിയത്. എടൂരമ്മേനെ വിളിച്ചാൽ വിളി കേൾക്കും, വിളിപ്പുറത്താണ് ആ രൂപം. അതുപോലത്തെ ഒരു രൂപം ഈ തലശ്ശേരി അതിരൂപതയിൽ നമ്മുടെ ഒരു പള്ളിയിലും കാണാൻ കഴിയില്ല. അതാണ് ആ രൂപത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകത. CJ വർക്കി അച്ഛൻ അടക്കമുള്ള ഇവിടുത്തെ അച്ഛന്മാർ ആണ് ഇത് ഇത്രയ്ക്കും ഈ നല്ല രീതിയിലേക്ക് ഈ പള്ളിനെ വളർത്തിക്കൊണ്ട് വന്നത്. വർക്കിയച്ഛൻ അടക്കം ഇവിടെ കല്ല് ചുവന്നുകൊണ്ട് ഇതിൻ്റെ ഓരോ തറയും പള്ളിയുടെ ഓരോ കരിങ്കല്ല് കൊണ്ടാണ് ഈ തറ കെട്ടിയിരിക്കുന്നത്. കരിങ്കല്ല് തറ പണിയുന്നതിന് വേണ്ടിയൊക്കെ വർക്കിയച്ഛൻ ഏറ്റവും മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച വികാരിയച്ഛനായിരുന്നു. പ്രഖ്യാപനത്തോടെ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന മരിയൻ തീർത്ഥാടന കേന്ദ്രമായി എടൂർ മാറും. തലശ്ശേരി അതിരൂപത സ്ഥാപനത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് രൂപതാ സ്ഥാപനത്തിന് മുൻപ് സ്ഥാപിക്കപ്പെട്ട എടൂരിനെ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുന്നത്. നിലവിൽ 9 ഇടവകകളുള്ള ഫൊറോനയാണ് എടൂർ. 1500 കുടുംബങ്ങളാണ് ഈ ഇടവകയിലുള്ളത്. തലശ്ശേരി അതിരൂപതയിലെ ഏറ്റവും വലിയ ഇടവകയും ഇതാണ്. 100ഓളം വൈദികരും 300ഓളം സിസ്റ്റേഴ്സും എടൂരിൽ നിന്നുമുണ്ട്. എടൂർ ടൗണിൽ കുന്നിൻ മുകളിൽ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന എടൂർ സെൻറ്റ് മേരീസ് ഫൊറോന ദേവാലയം മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമായി മാറുകയാണ്.